നമസ്കാരം. ഇന്ന് കുബേരനുമായി ബന്ധപ്പെട്ട കുബേര ചക്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഏവർക്കും അറിയാം, കുബേരൻ സമ്പത്തിന്റെ അധിപനാണ്. എന്നാൽ ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ പരമശിവനാണ് കുബേരനെ സമ്പത്തിന്റെ അധിപനാക്കിയത്. എന്നാൽ കുബേരനുമായി ബന്ധപ്പെട്ട ഈ ചക്രത്തിലൂടെ, കുബേര ചക്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ധനപരമായ പ്രയാസങ്ങൾ മാറണം, ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും കുബേരദേവന്റെയും പരമശിവന്റെയും അറിയാവുന്ന നാമങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടദേവതാ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാനായി പോവുകയാണ്. ആദ്യത്തെ നമ്പറായ 0 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുകയും ജീവിത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതിനാൽ വിജയങ്ങൾ അകലെയാണ് എന്ന ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുകയും വന്നു ചേരുന്ന അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തീരുക തന്നെ ചെയ്യും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ, ഇനി മുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ജോലി, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം അഥവാ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ ഉയർച്ച പല വഴികളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സഹായധനമായി പോലും ലഭിക്കാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. അവിവാഹിതർക്കാണ് എങ്കിലും സ്വർഗതുല്യമായ ജീവിതം, വിവാഹ ജീവിതം ലഭിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ അല്പം നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. 8 മാസത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുക. വിവാഹം 1.5 വർഷം, പരമാവധി 1.5 വർഷത്തിനുള്ളിൽ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അനുകൂലമായ പല രീതിയിലുള്ള യാത്രകളും നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളും അനുകൂലമായി തീരാം. യാത്രകൾ നിങ്ങൾക്ക് ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹിച്ചതായ സ്ഥലങ്ങളിലേക്ക്, ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര നടത്തുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. മാനസികപരമായി പല രീതിയിലുള്ള വിഷമതകൾ നിങ്ങൾക്കുണ്ട്. മാനസികമായി തളർത്തുന്നതായ ഇത്തരം വിഷമങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം എന്ന് തന്നെ പറയാം. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച്
പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ പ്രധാനമായും ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉയർച്ച വളരെ വേഗത്തിലാക്കും, അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്ക് അത് സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് അന്നദാനം നടത്തുക എന്ന കാര്യമാകുന്നു. ക്ഷേത്രത്തിലോ മറ്റോ അന്നദാനത്തിന്റെ ഭാഗമാവുക. അതല്ല എങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം നിങ്ങൾ നൽകുക. ഇനി നിത്യവും നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ആഹാരവും ജലവും മൃഗങ്ങൾക്ക് നൽകുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദോഷകരമായ ഫലങ്ങളും ഒഴിയും എന്ന് തന്നെയാണ് ഫലം. ഈ സമയം കുബേരദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം കുബേരദേവനെയും പരമശിവനെയും നിങ്ങൾ മനസ്സിൽ സ്മരിച്ച് മുന്നോട്ട് പോകുന്നതും ഏത് പ്രവൃത്തി ചെയ്യുന്നതും ശുഭകരമായി നിങ്ങൾക്ക് ഭവിക്കും. നമ്പർ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എല്ലാ ആഗ്രഹങ്ങൾ എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ മനസ്സിലേക്ക് വളരെയധികം സന്തോഷം 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ 1 മാസത്തിൽ നടക്കാവുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം. വീട് വാങ്ങുന്നതോ വിൽക്കുന്നതോ, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് പണിയുമായി ബന്ധപ്പെട്ട് വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട ലോണോ മറ്റു രീതിയിലുള്ള തർക്കങ്ങളോ പരിഹരിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ആരോഗ്യപരമായി ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമായ സമയമായി മാറും. 1 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ആരോഗ്യപരമായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സന്തോഷം വർദ്ധിപ്പിക്കുകയും സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. ശിവപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ശിവപ്രീതി ഇരട്ടിപ്പിക്കേണ്ടത് അഥവാ നിലനിർത്തേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ പരമശിവനെ നിത്യവും ആരാധിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കുബേരദേവനുമായി ബന്ധപ്പെട്ട ഈ ഫലങ്ങൾ കൂടുതൽ അനുകൂലമാക്കുന്നതിനും തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഈ നിമിഷം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനത്തിന് കുറവില്ല എന്ന കാര്യം ഓർക്കുക. അതായത് ഈശ്വരാധീനം നിങ്ങളിൽ കുറയുന്നില്ല. അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. അതിനാൽ നടക്കേണ്ടതായ പല കാര്യങ്ങളും നടക്കേണ്ടതായ സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൃത്യസമയത്ത് പല കാര്യങ്ങളും സംഭവിക്കാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കാരണം സാക്ഷാൽ പരമശിവന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ കുബേരദേവന്റെ കടാക്ഷത്താൽ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാം. നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവർ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും. ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നടക്കണം എന്ന ഉറച്ച ചിന്താഗതിയോടെ ഉറച്ച മനസ്സോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. പ്രധാനമായും ഈ സമയം നിങ്ങൾ കുബേരദേവനെയും പരമശിവനെയും ആരാധിക്കുക. മേൽ പറഞ്ഞതായ കാര്യങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത അതിനാൽ ഇരട്ടിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്തതാകാം. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേർ വിപരീതമായി തന്നെ ഭവിക്കും. എന്നാൽ അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഏവരെയും തേടിയെത്തും. കാരണം ജീവിതം പ്രവചിക്കുവാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നതല്ല. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഈശ്വര കടാക്ഷത്താൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ ഒരു കാര്യമാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ സംഭവിക്കും എന്ന കാര്യം പലർക്കും ആകാംക്ഷ ഉള്ള കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ 41 ദിവസങ്ങൾക്കകം ഇത്തരത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ശുഭകരമായ വാർത്തകൾ തേടിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അഥവാ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിദ്യയുമായി ബന്ധപ്പെട്ടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും ധനപരമായും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. മേൽപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ പരിശ്രമിച്ചാൽ ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആത്മാർത്ഥമായ ശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം നൽകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കുബേരദേവന്റെയും സാക്ഷാൽ പരമശിവന്റെയും കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. എന്നാൽ നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. 100% നടന്നില്ല എങ്കിലും 70% കാര്യങ്ങളും അല്ലെങ്കിൽ 70% നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പുതിയ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകുവാൻ സാധ്യതയുള്ള വ്യക്തികളാകാം. ഭാവിയിൽ അവർ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളായി മാറാം. രണ്ടാമത്തെ വ്യക്തികൾ ഗുരുവാണ്. അതായത് നിങ്ങളുടെ ഗുരുസ്ഥാനീയരാകുവാൻ സാധിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് ലഭിക്കാം. അത്തരം വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. ഇവരുമായി ബന്ധപ്പെട്ടും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ശുഭകരമായ രീതിയിലുള്ള ചിന്തകൾ ഇവർ മൂലം വന്നു ചേരാം. ശുഭകരമായ കാര്യങ്ങൾ ഇവർ മൂലം സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം സൽപ്രവർത്തികളുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൽപ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ സൽപ്രവർത്തികൾ മടി കൂടാതെ നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും, അഥവാ വിശ്വസിച്ചവർ പോലും ചതിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. അതിനാൽ തന്നെയാണ് ജീവിതത്തിൽ അനുകൂലമായ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതും, അഥവാ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന് അറിയുവാൻ സാധിക്കുന്നത് പോലും. പെട്ടെന്ന് തന്നെ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരികയും പെട്ടെന്ന് തന്നെ വിഷമിക്കുകയും ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ദോഷകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പല വിഷമങ്ങളും നിങ്ങൾ മനസ്സിലൊതുക്കി കഴിയുന്നവരാകുന്നു. കൂടാതെ ചിന്തകളുമായി ബന്ധപ്പെട്ട് ആപത്ത് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങൾ മടിച്ചോ അല്ലെങ്കിൽ വളരെയധികം പേടിയോടെയോ ഭയത്തോടെയോ നിങ്ങൾ സമീപിക്കുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി മാറില്ല. ആപത്ത് പിണയുന്നതിനും
ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപകട സാധ്യതകൾ ഈ അടുത്ത് വന്നു ചേർന്നിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പല കാര്യങ്ങളിൽ നിന്നും സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ നിങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളും ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദോഷഫലങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റുള്ളവർ നിങ്ങളെ പല അവസരങ്ങളിലും അവഗണിക്കുകയും പരിഹാസത്താൽ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വ്യക്തികൾക്ക് തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സാൽ സന്തോഷിക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. സ്വസ്ഥതയില്ലാത്ത അവസ്ഥ നിങ്ങൾക്കിപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് തന്നെ പറയാം. അത്തരം ചില ചിന്തകൾ മനസ്സിലുണ്ട്. എന്നാൽ അപവാദം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു. ചെയ്യാത്ത കാര്യത്തിന് വിഷമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും അത്തരം കാര്യങ്ങൾ ഇനി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ പലരെയും സഹായിച്ചു, എന്നിരുന്നാൽ പോലും ഭാവിയിൽ അവരുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കുവാൻ, തിരികെ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. മുൻപ് ഇത്തരത്തിൽ സഹായിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അർഹിച്ചതായ ധനം, നിങ്ങൾ അർഹിച്ചതുപോലെയുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നതും പ്രശ്നം തന്നെയാകുന്നു. ആരോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. അവരുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു, അഥവാ ഉള്ളിൽ അത്തരം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖിതരാണ് നിങ്ങൾ. എന്നാൽ 3 മാസം മുതൽ 7 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവുമായി ബന്ധപ്പെട്ട അത്തരം പ്രശ്നങ്ങൾ അകലുകയോ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയോ ചെയ്യാം. ധനപരമായ നേട്ടങ്ങളും ഈ സമയങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈ സമയം തീർച്ചയായും പരമശിവനെയും കുബേരദേവനെയും മനസ്സിൽ സ്മരിച്ച് ഏത് കാര്യം ചെയ്യുന്നതും നിത്യവും സ്മരിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലവും അതേപോലെ ഇത്തരത്തിലുള്ള പ്രതികൂലമായ കാര്യങ്ങളും സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അതിൽ പല ശത്രുക്കളും അസൂയയാൽ ഉടലെടുത്ത ശത്രുക്കളാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അസൂയയാൽ ഇത്തരം വന്നു ചേർന്നിരിക്കുന്ന ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളിലുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്തുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും നിങ്ങൾ പുറത്ത് ചിരിക്കുന്നു, എന്നിരുന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട്, അഥവാ പുറമേ കാണിക്കാത്തതായ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഇതറിയിച്ച് വിഷമിപ്പിക്കേണ്ട എന്ന ചിന്താഗതിയും നിങ്ങളിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പുറമേ കാണിക്കാത്തതാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ഒരു കാര്യവും അവസാനിച്ചു എന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതി ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. അവസാനം വരെ നിങ്ങൾ ആ വിശ്വാസം മുറുകെ പിടിക്കേണ്ടതാകുന്നു. ഈശ്വര കടാക്ഷത്താൽ അത് നടക്കും എന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. കുബേരദേവനുമായി ബന്ധപ്പെട്ടും ഇത്തരം വിശ്വാസം നിങ്ങളെ കാക്കും, അഥവാ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. ശുഭാപ്തി വിശ്വാസം ഉള്ളവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങൾ പല അവസരങ്ങളിലും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തളർച്ച, വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്.
എന്നാൽ വീണാലും തിരിച്ച് എഴുന്നേൽക്കുവാൻ, എഴുന്നേറ്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ എത്ര തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയാലും അവഗണിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ. എന്നാൽ അതെല്ലാം നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്തതായ അവസ്ഥ നിങ്ങളിലുണ്ട്. ഇതിൽ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തുലവും കുറവാകുന്നു. അടുക്കും ചിട്ടയും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എപ്പോഴും പോസിറ്റീവായ ഊർജം നിങ്ങളിലുണ്ട്. ഇനി തുടർന്നും അത്തരം പോസിറ്റീവ് ഊർജത്താൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുറ്റപ്പെടുത്തുന്നവർ തന്നെ നിങ്ങളെ പ്രശംസിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭാവിയിൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. 8 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ 8 മാസത്തിനുള്ളിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും എന്ന് പറയുന്നില്ല. ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക്. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ തിരികെ പിടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. യാത്ര ചെയ്യുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗ്രഹദോഷങ്ങൾ അതേപോലെ തന്നെ രോഗങ്ങൾ അലട്ടുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ നിത്യവും ശിവകവചം ജപിക്കുക എന്ന കാര്യം ചെയ്യേണ്ടതാണ്. പഞ്ചാക്ഷരി മന്ത്രവും കുബേര മന്ത്രങ്ങളും ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. കുബേര കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ ഭാവിയിൽ നടക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു.